നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മുടെ 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഏറ്റവും കൂടുതൽ റെൻ്റൊക്കെയുള്ള സ്യൂട്ട് റൂമുകളിൽ ഫിറ്റ് ചെയ്യുന്ന ചാൻഡിലിയർ ലൈറ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ ചാൻഡിലിയർ ലൈറ്റ് നമ്മൾ ഓർഡർ ചെയ്ത് കൊണ്ടുവന്നത് ചൈനയിലെ ഷെൻസൻ ഇലക്ട്രോണിക് മാർക്കറ്റിൽ നിന്നാണ്. ഇപ്പോൾ ഈ ലൈറ്റ് വരുന്നത് ആദ്യം ഇങ്ങനത്തെ ഒരു ഫോമിലാണ് വരിക. നമ്മൾ ഇതിലേക്ക് ഈ പോർഷനിലേക്ക് നമ്മൾ ഇങ്ങനത്തെ ബൾബുകൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് തരും. അപ്പോൾ ഈ ബൾബ് ഇതിലേക്ക് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. ഈ ബൾബ് ഇൻസ്റ്റാൾ ചെയ്യണത് ജസ്റ്റ് അത് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ആ ഹോൾഡറിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ബൾബ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുശേഷം നമുക്കതിൻ്റെ മുകളിൽ കവർ ചെയ്യാനുള്ളൊരു കവറിങ്ങും കൂടിയുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടി. അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആ ഹോൾഡറിൽ തന്നെ ജസ്റ്റ് തിരിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ കൂടെ തരികയാണ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതിൽ മൊത്തം 8 ബൾബ് നമുക്ക് തൂക്കിയിട്ട് ഒരു വാം ലൈറ്റ് മോഡലാണിത്. അങ്ങനെ നമുക്ക് 8 ഹോൾഡർ ഉണ്ട്. 8 ഹോൾഡറിൽ നമ്മൾ ബൾബ് ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കവറിങ്ങും കൂടിയും കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യം. ഇപ്പം നമ്മുടെ ലൈറ്റ് ഫുള്ളായിട്ട് ഫിറ്റ് ചെയ്യാൻ പാകത്തിന് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ 2 പോർഷനാണ് നമ്മൾ, ഈ ഒരു പോർഷനും പിന്നെ ഈ ഒരു പോർഷനാണ് നമ്മൾ ഹാങ് ചെയ്യുക നമ്മുടെ സീലിങ്ങിൽ. ഇത് നമ്മൾ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സീലിങ്ങിൽ മുകളിൽ ഇതേപോലെ 2 സ്ഥലത്തായിട്ട് കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ട് 2 ക്ലാമ്പ് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഓൾറെഡി നമ്മൾ ഈ കണക്ഷൻ ചെയ്യാനുള്ള പൈപ്പിങ്ങും വയറിങ്ങും നമ്മളിവിടെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കണക്ഷൻ. ഇതിലേക്കാണ് നമ്മൾ ഈ ലൈറ്റ് കണക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ സീലിങ്ങിൽ ഇൻസ്റ്റാൾ ചെയ്തെന്ന് പറഞ്ഞ ക്ലാമ്പ് ഇതാണ്. അപ്പോൾ ഈ ക്ലാമ്പിൻ്റെ ഈ 2 ഹോളിലും നമ്മൾ സ്ക്രൂ ചെയ്തിട്ട് നമ്മളിത് സീലിങ്ങിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഫിറ്റ് ചെയ്ത് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഹോളിൽ കൂടെയാണ് ഇതിൻ്റെ വയർ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ വയർ ലൈറ്റ് കണക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെൻറ്ററത്തെ ഹോളിൻ്റെ ഉള്ളിൽ കൂടി നമ്മുടെ വയർ, ഈ ലൈറ്റിൻ്റെ ഉള്ള വയർ നമ്മൾ കയറ്റിയിട്ട് നമ്മുടെ കണക്ഷൻ നേരത്തെ നമ്മൾ കൊണ്ടുവന്നിരിക്കണ ആ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇറക്കി. ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി വരുന്ന കണക്ഷനും നമ്മുടെ ലൈറ്റിൻ്റെ വയറും ഒരു ഹോളിൽ കൂടി നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡത്തെ ഫിറ്റിങ്ങിലത്തെയും വയർ നമ്മൾ ഈ ഹോൾ കൂടെ ഇറക്കും. ഇപ്പോൾ നമ്മൾ ഈ വയർ എടുത്തിരിക്കുന്ന ഹോൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സാധാ ഒരു 9 വാട്ട്സ് ലൈറ്റിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഹോളാണ്. നമ്മൾ ഈ ലൈറ്റിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ സെപ്പറേറ്റ് ഒരു ഹോൾ കട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് വൃത്തികേടാവില്ല. അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കിയിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഹോൾ കൂടെ നമ്മൾ ഇറക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആ 9 വാട്ടിൻ്റെ ലൈറ്റ് വെച്ചിട്ട് നമ്മളത് ഫില്ല് ചെയ്യും. ഇനി നമ്മൾ നേരത്തെ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ക്ലാമ്പിലേക്ക് നമ്മുടെ ഈ ലൈറ്റിൻ്റെ ഭാഗം നമ്മൾ ഫിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മളിത് ആദ്യം സ്ക്രൂ ചെയ്ത് ടൈറ്റാക്കിയിട്ട് ക്ലാമ്പിലേക്ക് നമ്മുടെ ലൈറ്റ് ഫിറ്റാക്കും. 2 സൈഡ് അതേപോലെ തന്നെ 2 സൈഡിലും ഒരേ സമയം നമ്മളത് ഫിറ്റാക്കും. ഇപ്പം നമ്മുടെ ലൈറ്റ് ഓൾമോസ്റ്റ് നമ്മൾ സീലിങ്ങിലേക്ക് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഡിസൈൻ നമ്മളത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ഈ കണക്ടറിലേക്ക്, ഈ ബൾബിലേക്ക് നമുക്ക് ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുത്താൽ മതി. സോ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ബൾബിൽ നിന്ന് നമുക്ക് വന്നിരിക്കുന്നത് ഫേസും ന്യൂട്രും വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതിൻ്റെ എർത്ത് വന്നിട്ടില്ല. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഓൾറെഡി നേരത്തെ വലിച്ചു വെച്ചിരിക്കുന്ന വയറിലേക്ക് കണക്ടർ അടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു എൻഡിലേക്ക് നമ്മുടെ ഫേസ് ന്യൂട്രലും ജസ്റ്റ് അതേപോലെ തന്നെ നമ്മൾ കൊടുത്താൽ മതി. അത് നമ്മൾ
ഫേസ് കൊടുത്തു. അതിനുശേഷം നമ്മൾ ന്യൂട്രലും അതേപോലെ കണക്ടറിലേക്ക് കണക്റ്റ് ആക്കിയിട്ട് ടൈറ്റാക്കി. ഇനി നമ്മൾ നമ്മുടെ കണക്ടർ നമ്മൾ ഇൻസുലേഷൻ ടൈപ്പ് അടിച്ചിട്ട് നമ്മളത് ഫുള്ള് കോട്ട് ചെയ്യാണ്. കാരണം അത് നമ്മുടെ വയറ് സ്കിൻ ചെയ്ത കോപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളിത് ഇൻസുലേഷൻ വെച്ചിട്ട് കോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇത് കടത്തി വെച്ചിട്ട്, ഈ ഹോൾ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 9 വാട്ട്സ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്ത ഹോളാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ 9 വാട്ട്സിൻ്റെ ബൾബും കൂടിയിട്ട് ഇതിൽ ഫിറ്റ് ചെയ്ത് വെക്കും. സോ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹോളും കാണില്ല, ഒരു കുറച്ച് വൃത്തികേടായിട്ടൊന്നും കാണില്ല. ഇപ്പം ഇത് 9 വാട്ട്സിൻ്റെ ബൾബാണ്, സീലിംഗ് ലൈറ്റ്. നമ്മൾ ആ ഹോളിൽ ഫിറ്റ് ചെയ്തു. കറക്റ്റ് അത് പ്രസ്സായിട്ട് നമ്മളത് കറക്റ്റ് ഓപ്ഷനാക്കിയിട്ട് നമ്മളത് അങ്ങനെ കറക്റ്റായിട്ട് നമ്മളത് ഫിറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ അത് ഓൾറെഡി കറക്റ്റ് ഫിറ്റായിട്ട് പ്രസ് ചെയ്ത് വെച്ചു. ഇപ്പോൾ നമ്മുടെ ലൈറ്റും മീൻസ് നമ്മുടെ ഷാൻലിയർ ലൈറ്റും നമ്മുടെ സീലിംഗ് ലൈറ്റും രണ്ടും നമ്മൾ ഏകദേശം ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ലൈറ്റ് നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. ഇപ്പോൾ നമ്മുടെ ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻ ഒരു റൂമിൻ്റെ വിൻഡോ ഒക്കെ ഉള്ള ആ ഒരു ഏരിയയിലാണ്. അവിടുന്ന് നമ്മുടെ ഇതിൻ്റെ സ്വിച്ച് ബോർഡ് വന്നിരിക്കുന്നത് ഇതാ ഈ പോർഷനിലായിട്ടാണ്. ഇനി നമുക്കിത് സ്വിച്ച് ഇട്ട് നോക്കാം. ഓക്കെ, നമ്മുടെ വാം ലൈറ്റ് വളരെ വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് നമുക്കിത് വർക്കായിട്ടുണ്ട്. ഇത് കുറച്ച് ഇരുട്ടുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാം ലൈറ്റ് നമുക്കതിൻ്റെ ഭംഗിയിൽ വളരെ കറക്റ്റായിട്ട് നമുക്കിതിൻ്റെ വൃത്തി കാണാനായിട്ട് പറ്റും. പല 5 സ്റ്റാർ ഹോട്ടലിലും ഏറ്റവും നല്ല സ്യൂട്ട് റൂമുകളിൽ ഉപയോഗിക്കുന്ന ഒരു തരം ചാൻലിയർ ലൈറ്റാണിത്.